അന്ന് ലൊബേറ കൊച്ചിയിൽ നിന്ന് മടങ്ങുമ്പോൾ മായാത്തൊരു പക ഉള്ളിൽ കരുതി വച്ചിട്ടുണ്ടായിരിക്കും. കാരണം അന്നിവിടെ ഉണ്ടായ ആഘാതം പിന്നീട് ഒരിക്കലും നേരിടാൻ അയാൾ തയ്യാറായിരുന്നില്ല. അന്നിവിടെ വെച്ച് നടന്ന ആ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആശാൻ മടങ്ങി വന്നു. മായാതെ തകരാതെ മനം തേടാതെ ഇടറാതെ. അന്ന് ഈ നിര അത്രമേൽ ശക്തരായിരുന്നു, തോൽപ്പിക്കാൻ പറ്റാത്തത്ര വീര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴീ നിരയിലെ ശക്തി കേന്ദ്രങ്ങളെല്ലാം പതുക്കെ പതുക്കെ പൊഴിഞ്ഞുപോയി. എന്നാൽ മറുഭാഗത്ത് പകവീട്ടാനായി കാത്തിരിക്കുന്ന ലൊബേറയുടെ മുന്നിലേക്ക് പരാജയ ഭയത്തോടെ ആശാൻ തയ്യാറെടുത്തു. അന്നാ രാത്രി മരവിച്ച മനസ്സുമായി കലിംഗയിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറാകുമ്പോഴാണ് രക്ഷകാവതാരം പൂണ്ട് ആ ചെകുത്താന്മാർ വരുന്നത്. കുറച്ച് കാലമായി നമ്മൾ കണ്ടിട്ട്, ഏകദേശം ഒരു മാസമായിട്ട് ഇവിടെ വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. യെസ്, 2023 ഡിസംബറിൽ ISL ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് എടുത്തു. എന്നാൽ അതിനുശേഷം ജനുവരി സൂപ്പർ കപ്പ് വരികയും നമ്മുടെ ആ ഒരു ഫുട്ബോൾ ആവേശം ചോർന്നു പോവാതെ അത് കീപ്പ് ചെയ്യുകയും ചെയ്തു. അതേസമയം ഏഷ്യൻ കപ്പിൽ ഇന്ത്യൻ നാഷണൽ ടീം പരാജയം ഏറ്റുവാങ്ങുകയും ഫിഫ റാങ്കിങ്ങിൽ വളരെ പുറകോട്ട് പോവുകയും ചെയ്തു. ആൻഡ് സൂപ്പർ കപ്പിലാവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് ദയനീയമായിട്ട് തോറ്റ് പിന്മാറി. അതോടൊപ്പം കിരീടമില്ലാത്ത 12 വർഷങ്ങൾക്ക് ശേഷം ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പ് വിൻ ചെയ്തു. പിന്നെ സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു രീതിയിൽ തിരിച്ചടിയായി. അതായത് പെപ്ര പരിക്ക് പറ്റിയിട്ട് സീസൺ ഔട്ട് ആവും. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് ലൂണയുടെ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള ഫെഡോ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യുന്നത്. ഒപ്പം പരിക്ക് പറ്റിയ ക്വാമെ പെപ്രയുടെ പകരക്കാരനായിട്ട് ഗോകുലം കേരള FC ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഇമ്മാനുവൽ ജസ്റ്റിനെയും റീകോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവ ബഹുലമായ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു മാസം നടന്നിട്ടും ഈ ഫുട്ബോൾ ചാനലും തുറന്നു വെച്ചിരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് നിങ്ങൾ ചോദിച്ചാൽ, അടുത്ത ചോദ്യം. നമസ്കാരം, അവർക്കും ഡോൺസ് ക്ലാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ ബിഫോർ ടോക്കിംഗ് അബൌട്ട് ഒഡീഷ FC സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. ചെറുതായിട്ട് സൂപ്പർ കപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഇന്റർകാഷിയുമായിട്ട് അതിഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയിച്ച ബ്ലാസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ വന്നടാ ആദ്യ കപ്പ് വന്നടാ എന്നതായിരുന്നു റിയാക്ഷൻ. പക്ഷേ ജംഷഡ്പൂർ FCക്കെതിരെ കയ്യിൽ കിട്ടിയ മത്സരം കൊണ്ട് കളയുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ദയനീയമായി പരാജയപ്പെടുകയും കൂടി ചെയ്തപ്പോൾ കഥ അവിടെ അവസാനിച്ചു. സോ ISL തുടങ്ങുന്നതിന് മുൻപ് ഫാൻസിനൊന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ, ഇത് സൂപ്പർ കപ്പല്ലേ, ഫുൾ സ്ക്വാഡ് വെച്ചിട്ട് ഫുൾ സ്ട്രെങ്തോടെ അല്ലല്ലോ ഇറങ്ങിയത് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മികച്ച സ്ക്വാഡിനെ വെച്ചിട്ട് തന്നെയായിരുന്നു ഓരോ മത്സരത്തിലും നമ്മൾ ഇറങ്ങിയത്. ഇതിൽ നിരാശപ്പെടുത്തുന്ന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്കോ മിലോസ് കോംബോ ഡിഫൻസിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ ഡിഫൻസിനെ എളുപ്പത്തിൽ എതിരാളികൾ തകർത്തു എന്നത് തന്നെയാണ്. സോ സിംപ്ലി സൂപ്പർ കപ്പ് വാസ് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നതിന് പകരം അതൊരു ലെസൺ ആയിട്ട് തന്നെ എടുക്കണം. നമ്മൾ വളരെ കോൺഫിഡന്റ് ആണ്, പവർഫുൾ ആണ്, പക്ഷേ എതിരാളികളും അത്രമേൽ പവർഫുൾ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പല പ്രധാന താരങ്ങൾ കളത്തിലില്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രശ്നക്കാരാണ് എന്നുള്ളൊരു റിയലൈസേഷൻ കൂടെയാണ് സൂപ്പർ കപ്പ് പകർന്നു തരുന്നത്. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് പ്രതീക്ഷകൾ ചെറുതായി മങ്ങിയ സമയത്താണ് ലിത്വേനിയയിൽ നിന്നും ആ നായകൻ വരുന്നത്. ലെഫ്റ്റ് വിംഗർ, സ്ട്രൈക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ലിത്വേനിയൻ ക്യാപ്റ്റൻ ഫെഡോ സെർണിച്ച്. പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ മുൻപ് നടന്ന ചരിത്രങ്ങൾ പോലെയൊന്നും അല്ല, ഇവിടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കാര്യം. സോ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു താരത്തെ നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് ലൂണയുടെ പകരക്കാരനായിട്ട് വരുമ്പോൾ. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു റീപ്ലേസ്മെന്റ് ആണ് ഇമ്മാനുവൽ ജസ്റ്റിൻ. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ തന്നെയാണ്. ഡ്യൂറന്റ് കപ്പിന് ശേഷം അദ്ദേഹം ഗോകുലം കേരള FC ലോൺ അടിസ്ഥാനത്തിൽ കളിക്കാൻ പോയി. ആൻഡ് സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജസ്റ്റിന്റെ പെർഫോമൻസിൽ ആരാധകർ ഒരുപാട് ആവേശം കൊണ്ടിരുന്നു. ജസ്റ്റിന്റെ പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ അസാധ്യ എനർജിയാണ് പുള്ളിക്ക്. മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ പെപ്രയുടെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് തന്നെയാണ് ജസ്റ്റിൻ. ഇനി ഫെബ്രുവരി 2-ാം തീയതി ഒഡീഷ FC നേരിടാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഈ രണ്ട് താരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സംശയമാണ്. ഒബിയസ്ലി ഈ ഒരു മത്സരത്തിൽ അവർ സൈഡ് ബെഞ്ചിൽ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ടൈം ടു ഷോക്കേസ് സം ഇന്ത്യൻ സ്ട്രെങ്ത്. മുന്നേറ്റത്തിൽ രാഹുൽ KP ആവുമോ അതോ ഇഷാൻ പണ്ഡിത് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ ജസ്റ്റിനെ തന്നെ മുന്നേറ്റത്തിൽ ഇടാം, കാരണം പുള്ളി ഇവിടെ മുമ്പ് കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. ഒരു ഇന്ത്യൻ ഫോർവേഡ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഡെയ്സുക്കയ്ക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു സ്ലോട്ട് ലഭിക്കും. അതോടൊപ്പം വിപിൻ മോഹനനും ഫ്രെഡിയും പരിക്ക് മാറി കളത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. ഇവിടെ ഇവാൻ വുക്കോമനോവിച്ചിന്റെ ഒരു സ്റ്റാറ്റിക് സ്ട്രാറ്റജി ഒപ്പോണൻസ് റീഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സോ ആ ഒരു സ്ട്രാറ്റജിയിൽ ഫോർമേഷനിലൊക്കെ മാറ്റം വരുമോ അതോ ഓരോ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ പവർ വെച്ച് വിജയിക്കാൻ നോക്കുമോ എന്നുള്ളതൊക്കെ
നമുക്ക് വരുന്ന മത്സരങ്ങളിൽ കണ്ടറിയാം. നോ അബൌട്ട് ഒഡീഷ FC. അക്കോർഡിംഗ് ടു ISL അവർ അവസാനമായിട്ട് പരാജയപ്പെട്ടത് ഇതേ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം ഇവന്മാർ ISL പരാജയപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ പരാജയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സൂപ്പർ കപ്പിന്റെ ഫൈനലിലാണ്. സിംപ്ലി ഒഡീഷ FCക്ക് നിലവിലുള്ളത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ക്വാഡ് തന്നെയാണ്. മുൻപ് ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പരാജയപ്പെട്ടത് കൊച്ചിയിലെ ആരാധകരുടെ ഒരു ഇൻപുട്ട് ഉള്ളത് കൊണ്ട് കൂടിയാണ്. എന്നാൽ ഒഡീഷൻ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ഒരു വലിയ ചാലഞ്ച് തന്നെയായിരിക്കും. പക്ഷേ ഇതിനിടയിലും ഒരു ആശ്വാസ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കപ്പ് ഫൈനലിൽ മൊർത്തോഡോ ഫോളിന് ഒരു റെഡ് കാർഡ് കിട്ടിയത് കൊണ്ട് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പുള്ളി കളിക്കില്ല. എന്നാൽ നോട്ട് ചെയ്യേണ്ടുന്ന പേടിക്കേണ്ടുന്ന ഒരു അണ്ടർ റേറ്റഡ് ഇന്ത്യൻ പ്ലെയർ ഉണ്ട് ഒഡീഷ FC സ്ക്വാഡിൽ. ഐസക് വൻലൽ. ഫോട്ടോ കാണിച്ചു തരാം, നോട്ട് ചെയ്തു. ഈ യങ്സ്റ്റർ ഒഡീഷ FCക്ക് വേണ്ടി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മരിച്ചു കളിക്കുകയായിരുന്നു. ഈ 22-കാരനായിട്ടുള്ള വിങ്ങറിനെ പിടിച്ചു കെട്ടുന്നതിലാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്നത്. ആൻഡ് ഒബിയസ്ലി ഡീഗോ മൊറീഷ്യോ, റോയ് കൃഷ്ണ, അഹമ്മദ് ജാഹു ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു നിരയിലുണ്ട്. മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒഡീഷയെ നേരിട്ട സമയത്ത് ഇവരുടെ ആ ഒരു കോംബോ അത്ര സെറ്റ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് നല്ല രീതിയിലൊരു സിനർജി ഉണ്ട്. അത് ബ്ലാസ്റ്റേഴ്സ് ബ്രേക്ക് ചെയ്യണം. എല്ലാത്തിലും ഉപരി ഈ ഒരു ടഫ് മാച്ച് വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ എവിടെയോ നഷ്ടപ്പെട്ട ആ ഒരു ചെറിയ പ്രതീക്ഷ തിരിച്ചു പിടിക്കുകയും വേണം. സോ ഫെബ്രുവരി 2 നടക്കുന്ന ആ ഒരു മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യരുത്. മറ്റൊരു വീഡിയോ കൊണ്ടിരിക്കുന്നു.